അൻവർ റഷീദിൻ്റെ പ്രൊഡക്ഷൻ ബാനറിൽ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫും ചെമ്പൻ വിനോദ് ജോസും അതുപോലെ തന്നെ സൗബിനും അഭിനയിച്ച പ്രധാന മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ കണ്ടു. ആ സിനിമയുടെ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സിനിമ വളരെ ചെറിയൊരു സിനിമയാണ്, ഒരു കൊച്ചു സിനിമ എന്നൊക്കെ പറയാം. കാരണം താരനിബിഡമായിട്ടുള്ള ഒരു സിനിമയല്ല. ഈ പറയുന്ന ബേസിൽ ജോസഫ് താരമൂല്യമുണ്ട്. അത് സൗബിനും നമ്മൾക്ക് സുപരിചിതവും അതുപോലെ തന്നെ ജനകീയനായിട്ടുള്ള നടനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും ഒരു വലിയ താരപരിവേഷമൊന്നുമുള്ള ആൾക്കാരല്ല ഇവരാരും തന്നെ. ബേസിൽ ജോസഫ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനപ്രിയ നായകൻ്റെ മുഖം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ കൂടെയാണ്. ഒരുപാട് താരങ്ങളൊന്നുമില്ലെങ്കിലും ഈ ചെറിയ താരങ്ങളെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ അതിമനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ് ഈ പറയുന്ന പ്രാവിൻകൂട് ഷാപ്പ്. ഒരു ഷാപ്പും അവിടെ നടക്കുന്ന ചില സംഭവ വികാസങ്ങളും പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ നടക്കുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകം ആത്മഹത്യയാണോ അതല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്, ആരാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്ന തരത്തിൽ പോകുന്ന ഒരു സിനിമ. ആ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളും അതിൻ്റെ നിഗൂഢതകൾ ചുരുളഴിക്കാൻ വേണ്ടിയിട്ട് നായകനും അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളും ശ്രമിക്കുന്ന ഒരു സിനിമ. ത്രൂ ഔട്ടായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. സിനിമയിൽ ത്രൂ ഔട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ആര് കൊന്നു, എന്തിനു കൊന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി സിനിമയുടെ അവസാനം വരെ നിലനിർത്തുന്നതിൽ സംവിധായകൻ, എഴുത്തുകാരൻ രണ്ടും ഒരാൾ തന്നെയാണ് ശ്രീരാജ് ശ്രീനിവാസൻ. അദ്ദേഹം ജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. മലയാളത്തിലിപ്പോൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ കാലമാണ്. ആ ഒരു ജോണറിൽ തന്നെ പെടുത്താവുന്ന സിനിമയാണ്. പക്ഷേ ഒരെലമെൻ്റ് കൂടെ ഈ സിനിമയിലുണ്ട്, കോമഡി ക്രൈം ത്രില്ലേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വേണമെങ്കിൽ ഈ സിനിമയെ പെടുത്താമെന്നുള്ളതാണ്. ഇതിൽ കോമഡി എന്നുള്ള പേര് തന്നെ ആദ്യം പറയണം. കോമഡി കണ്ട് നമ്മൾ ചിരിക്കുമോ അല്ലെങ്കിൽ കോമഡികളൊക്കെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം സെക്കൻഡറിയാണ്. പക്ഷേ സിനിമയിൽ ഏറ്റവും വളരെ സീരിയസ് ആയിട്ടുള്ള സീനുകളിൽ പോലും, അതായത് ഈ 2.5 മണിക്കൂറിന് അടുത്തുള്ള ഈ സിനിമയിൽ ഏകദേശം 2.5 മണിക്കൂറിൽ അവസാന പോർഷൻ വരെയും അവസാന സീൻ വരെയും തമാശകൾ ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വെക്കാൻ എഴുത്തുകാരന് സാധിച്ചു, അല്ലെങ്കിൽ ശ്രീരാജ് ശ്രീനിവാസിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. കോമഡി നമുക്ക് ആർത്തുല്ലസിച്ച് ചിരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ചില പോർഷൻസിൽ മാത്രമാണ്. ഇപ്പോൾ തിയേറ്ററിലാണെങ്കിലും മൊത്തം പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ മാത്രമാണ് പ്രേക്ഷകർ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത്. പക്ഷേ സിനിമയിലുടനീളം ഇത് കൃത്യമായി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാജ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു വളരെ സീരിയസ് നോട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ, അതല്ലെങ്കിൽ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയിൽ പോലും വളരെ സിമ്പിളായിട്ട്, അതല്ലെങ്കിൽ ഈ സിറ്റുവേഷണൽ കോമഡികളും അതുപോലെ തന്നെ ചെറിയ ഡയലോഗുകൾ വെച്ചിട്ട് കൗണ്ടർ ഡയലോഗുകൾ വെച്ചിട്ടൊക്കെ കോമഡി വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാജ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സിനിമയുടെ പ്രത്യേകതയാണ്. ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഈ സിനിമയുടെ ട്രെയിലറിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന നിലയ്ക്കാണ് സിനിമയുടെ ട്രെയിലർ കാണുന്നത്. നമ്മൾ ട്രെയിലർ കട്ടിൽ കാണുന്ന പല പോർഷൻസും വളരെ കോമഡി നിറഞ്ഞ രീതിയിലാണ്. അതല്ലെങ്കിൽ ആ ഒരു ഒറ്റ പോർഷൻ മാത്രമേ, ആ ഒരു കട്ട് മാത്രമേ അതിൽ സീരിയസ് ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത സീൻ തന്നെ തമാശ, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രത്തെ കൊണ്ടൊരു തമാശ പറയിപ്പിക്കുന്നതോ കൗണ്ടർ പറയിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് ചിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡയലോഗോ വരുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ സീനിൻ്റെ മൊത്തം സീരിയസ്നെസ് നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ കോമഡികൾ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറയുന്ന ട്രെയിലർ കണ്ട സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത്തരത്തിലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ആ ഒരു മൂഡിലായിരിക്കും സിനിമ കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല സിനിമ കൊണ്ടുപോകുന്നത്. ഈ ഒരു കാര്യം പാരലലായിട്ട് നടക്കുമ്പോൾ തന്നെയും ഒരുപാട് കോമിക് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയും ആഡ് ചെയ്തിരിക്കുന്ന, അതുപോലെ തന്നെ പഴയ പാട്ടുകൾ, അതിൻ്റെയൊക്കെ റൈറ്റ്സ് വാങ്ങിയിട്ടോ വാങ്ങാതെയോ ഈ സിനിമയിൽ ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് വിഷ്ണു വിജയാണ്. അദ്ദേഹം ഭംഗിയായിട്ട് ആ പണി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമുക്കൊരു ചില പോർഷൻസ് എസ്കലേറ്റ് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിനൊരു വളരെ പ്രാധാന്യമുണ്ട്. ആ ഒരു കാര്യത്തിൽ ഈ പറയുന്ന മ്യൂസിക് ഡയറക്ടർ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. നമ്മളെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സിലൂടെ കൊണ്ടുപോകാൻ ഈ പറയുന്ന മ്യൂസിക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അത് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു അരോചകം തോന്നില്ല. അതല്ലെങ്കിൽ ചില സീനുകൾ വളരെ മാസ്സായിട്ടോ അതല്ലെങ്കിൽ നമ്മളെ ഒരു സീറ്റഡ്ജിൽ എത്തിക്കുന്ന തരത്തിലുള്ള സീനുകളാണെങ്കിൽ പോലും
അതിന് നല്ല മ്യൂസിക് അല്ലെങ്കിൽ അതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരം സീനുകൾ പരാജയപ്പെടും തിയേറ്ററിൽ. പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററുകൾ സിനിമ ആസ്വദിക്കാൻ ചെല്ലുന്നവർ എന്ന് പറയുന്നത് ഈ ബിഗ് സ്ക്രീനിൽ ഈ സൗണ്ട് കൂടെ ചേർത്തിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത്തരം ഒരു സാഹചര്യം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സിനിമയുടെ പശ്ചാത്തലം നമ്മളിലേക്ക് കണക്റ്റ് ആവുന്നതിന് ഈ പറയുന്ന തരത്തിലുള്ള ഈ ഒരു മ്യൂസിക് പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും ഈ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വിഷ്ണു വിജയനെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ സിനിമയുടെ പോർഷനിൽ ചെയ്തിട്ടുണ്ട്. ഇനി പറയേണ്ടത് സിനിമയിലെ നടീനടന്മാരുടെ പെർഫോമൻസാണ്. സ്ത്രീ കഥാപാത്രങ്ങൾ പൊതുവേ കുറവാണ് സിനിമയിൽ. പ്രത്യേകിച്ചും ഒരു അത്യാവശ്യം നല്ല റോളുള്ള സ്ത്രീ കഥാപാത്രം ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് ചെയ്തിട്ടുള്ളത് ചാന്ദിനി ശ്രീധരൻ എന്ന് പറയുന്ന നടിയാണ്. നമ്മുടെ ഡാർവിൻ്റെ പരിണാമം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അസാമാന്യമായിട്ട് തന്നെ പുള്ളിക്കാരത്തി അത് ചെയ്തിട്ടുണ്ട്. ഒരു ലീഡ് റോൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ആ സിനിമയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും ഏറ്റവും സ്ക്രീൻ സ്പേസ് ഉള്ളതുമായിട്ടുള്ള സ്ത്രീ കഥാപാത്രം ചാന്ദിനിയുടെ കഥാപാത്രം തന്നെയാണ്. അത് വളരെ ഭംഗിയായിട്ട് പുള്ളിക്കാരത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ സൗബിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സൗബിനാണെന്നുണ്ടെങ്കിലും ബേസിലാണെങ്കിലും ചെമ്പൻ വിനോദ് ജോസ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റോളുകളൊക്കെയുള്ള നമ്മുടെ നിയാസ് ബക്കർ, അതുപോലെ തന്നെ ശബരീഷ് വർമ്മ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് അവരവർക്ക് കൊടുത്തിട്ടുള്ള റോള് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു റോൾ എന്ന് പറയുന്നത് നമ്മുടെ ശിവജിത്ത് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് കൽക്കി സിനിമയിലെ ടോവിനോയ്ക്ക് എതിരായിട്ട് വരുന്ന പ്രതിനായകനായിട്ട് വരുന്ന ശിവജിത്താണ് ഇതിൽ ബാബു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത്. ഈ ബാബു എന്ന് പറയുന്ന കഥാപാത്രത്തിന് സംഭവിക്കുന്ന ചില കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സിനിമ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ത്രൂ ഔട്ട് അതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അന്വേഷണം തന്നെയാണ് സിനിമ ഉടനീളം മുന്നിൽ വെച്ച് തരുന്നത്. അത് ആ ഒരു കുറച്ച് അധികം സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ് ബാബുവിന് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സൗബിൻ ഒരു അത്തരത്തിലൊരു കുറച്ച് മുടന്തുള്ള കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ചെമ്പൻ വിനോദാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാവരും ഈ സിനിമയിൽ എല്ലാവരും തന്നെയും കുറച്ചൊരു മധ്യവയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈവൻ ശബരീഷ് വർമ്മയാണെങ്കിൽ പോലും ആ ഒരു പ്രായമുള്ള ക്യാരക്ടർ എന്നുള്ള നിലയ്ക്കാണ്. നിയാസ് ബക്കർ ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ അതിൽ 1-2 പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ സിനിമയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കഥയെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള മുന്നേ സിനിമകളിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ നടന്മാരും തന്നെയും ഒരു മധ്യവയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള നടന്മാർ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെയാണ് അവരെല്ലാം തന്നെയും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെയും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിയാസ് ബക്കറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും, ഇത് അദ്ദേഹം തന്നെയാണോ എന്നുള്ള തരത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള മേക്ക് ഓവറിലൂടെ കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരു കുറച്ചും കൂടെ വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ റോളൊക്കെയാണ് നിയാസ് ബക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ റോളും തലനരച്ച് അങ്ങനെയുള്ളതാണ്. പിന്നെ ചെമ്പൻ വിനോദ് ജോസിൻ്റെ റോള് അത്തരത്തിൽ അദ്ദേഹം വളരെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെയും ഓൾറെഡി തെളിയിക്കപ്പെട്ടുള്ള നടന്മാരാണ്. അൻവർ റഷീദ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സംവിധാനം ചെയ്യുകയാണ്, സിനിമയ്ക്ക് പിന്നിലുള്ളത് അൻവർ റഷീദ് ആണെന്ന് കാണുമ്പോൾ മലയാള സിനിമ പ്രേമികൾക്കിടയിൽ ഒരു തരത്തിലൊരു വിശ്വാസമുണ്ട്, സിനിമ ഒരു പ്രോമിസിങ് പ്രൊജക്റ്റ് ആയിരിക്കും എന്നുള്ള തരത്തിൽ. ആ ഒരു വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അൻവർ റഷീദ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രാവിൻകൂട് ഷാപ്പും വന്ന് നിൽക്കുന്നത്. ഒരു തിരക്കഥയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുള്ള തിരക്കഥ. ഈ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകനെ ബേസിൽ ജോസഫാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 15 മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു യൂട്യൂബ് ഷോർട്ട് ഫിലിമുണ്ട്. ആ ഷോർട്ട് ഫിലിമിനെ റെഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിമാണ് ബേസിൽ ജോസഫ് കണ്ടതെന്നും അത് നമ്മളോട് കണ്ടു നോക്കാനൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ കുറച്ച് കാലം മുന്നേ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന അതേ കാര്യം തന്നെ, ഒരു ഉദ്വേഗജനകമായിട്ട് തന്നെയാണ് ഒരു 15 മിനിറ്റ് ഷോർട്ട് ഫിലിം കൊണ്ടുപോകുന്നത്. ആ ഒരു സംഗതി തന്നെ ഈ പറയുന്ന സിനിമയിലും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇതിൽ തമാശ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാണ്. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനിയെങ്കിലും കുറച്ച് സീരിയസ് ആവണമെന്ന് നമുക്ക് ചിന്തിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ സിനിമയിൽ അത്തരം സീരിയസ്നെസ്സിന് കാര്യമായി ഇടം കൊടുക്കുന്നില്ല. ഒരു സീരിയസ് ഫ്രെയിം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു കൗണ്ടറോ തമാശയോ വന്നിട്ടുണ്ടായിരിക്കും. ഈവൻ ക്ലൈമാക്സ് സീനിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സീനിൽ പോലും ഈ പറയുന്ന തമാശ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറച്ചൊന്ന് സീരിയസ് ആകാൻ ആഗ്രഹിക്കുമ്പോഴേക്കും പൊട്ടിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കുന്ന തരത്തിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു കോമഡിയും ത്രില്ലിംഗ് എലമെൻസും ക്രൈമും ഈ കാര്യങ്ങളൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് സിനിമ കൊണ്ടുപോകുന്നത്.
അതിനെ ലിഫ്റ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിന് വേണ്ടി എഴുതിയതുപോലെയാണ് ഈ സിനിമയിൽ ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസ്. ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയില്ല, ബേസിൽ ജോസഫിന് എഴുതിയത്, അതായത് ബേസിൽ ജോസഫിന് ചെയ്യാനായിട്ട് എഴുതി വെച്ചതുപോലെയാണ് തിരക്കഥ. ഒരു തിരക്കഥ എഴുതിയതിന് ശേഷം ബേസിൽ വന്ന് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അദ്ദേഹത്തിന് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടൊരു തിരക്കഥ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തോന്നും പല സീനുകളും കാണുമ്പോൾ. അതിൻ്റെ ഒരു പ്രതിഫലനം സഹനടന്മാരിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആകെ മൊത്തം തുകയിൽ സിനിമ വിജയിക്കാനും അല്ലെങ്കിൽ തിയേറ്ററിൽ ആളുകളുടെ കയ്യടി നേടാനും പ്രധാന കാരണമെന്ന് പറയുന്നതാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ വൺ ടൈം വാച്ചബിൾ ആണ്. ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. താങ്ക്